പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാൽ അതിനായിട്ട് 1/4 കപ്പോളം പരിപ്പോടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വടപ്പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ 2 വിസിലൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോകുമ്പോഴേക്കും നമുക്ക് സാമ്പാറിന് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങും ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും 3 തക്കാളി ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തക്കാളി ചെറിയ തക്കാളി കാരണമാണ് 3 എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സാമ്പാറൊക്കെ മിക്കവർക്കും തന്നെ ഉണ്ടാക്കാനറിയാവുന്ന റെസിപ്പി ആയിരിക്കും അല്ലേ. പക്ഷെ ഞാൻ ഇതിൽ വാളംപുളി ഒന്നും പിഴിഞ്ഞൊഴിക്കാതെ തക്കാളി മാത്രം ചേർത്താണ് ഈ സാമ്പാർ വയ്ക്കുന്നത്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ഇതിനുള്ള വറവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. തീ അല്പം കുറച്ച് വെച്ച് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 ടീസ്പൂണോളം സാമ്പാർ പൊടിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ അല്പം കുറച്ച് വെച്ച് തന്നെ നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ച സാമ്പാർ കഷ്ണങ്ങളിലേക്ക് സാമ്പാറിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. എന്നിട്ട് 2 വിസിൽ വരുന്നവരെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ കുക്കറിൻ്റെ 2 വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ വാളംപുളി ഒന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളിയുടെ ആ പുളിയും കൊണ്ട് തന്നെ നമ്മുടെ സാമ്പാറിന് ചെറിയ പുളി ഉണ്ടാവും. പിന്നെ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മല്ലിയില എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചേർക്കാത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.